പ്രതിഭ, ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പെരുമാതുറയ്ക്കടുത്ത് ആതിര എന്നൊരു യുവതി, ഒരു സാധാരണ കുടുംബത്തിലെ വീട്ടമ്മ, ഇപ്പോഴത്തെ ഈ സൈബർ യുഗത്തിലെ പുതിയ പിന്നെ ഫേസ്ബുക്കും കടന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നിരിക്കുന്ന അവസരത്തിൽ ഒരു സൈക്കോ എന്നതിനെ പറയാമെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്, അയാളുടെ വലയിലകപ്പെടുകയും ആ യുവതി ക്രൂരമായി മരണപ്പെടുകയും ചെയ്തു. കൊല ചെയ്യപ്പെടുകയും. അതെ, കൊല ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിൽ ആ ഭർത്താവും കുടുംബവും ഒക്കെ ശരിക്കും ഒരു സാധാരണക്കാരനായ ഒരു പൂജാരിയായ ഭർത്താവ്, 2 കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ, ഒരു സാധാരണ കുടുംബം. ഈ സ്ഥലമൊക്കെ എനിക്കും അറിയാവുന്ന സ്ഥലമാണ്. തിരുവനന്തപുരത്തൊരു ശരിക്കും ഒരു ഒഴിഞ്ഞ ഗ്രാമപ്രദേശമാണ് സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പിന്നെ നമ്മൾ ടെക്നോളജിയിൽ ഇങ്ങനെ ഉയർന്നു പോകുന്തോറും മനുഷ്യൻ ഇപ്പോഴും വെറും പൊട്ടക്കിണറ്റിലെ തവളയാണോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. ചില മനുഷ്യരുടെയൊക്കെ പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് ശരിക്കും ഇപ്പോൾ എന്താണ് സാധാരണ പണ്ടൊക്കെ പ്രദീപിനറിയാമല്ലോ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു പെൺകുട്ടിയോട് നമുക്ക് ഇഷ്ടമാണെന്ന് പറയാൻ തന്നെ നമ്മളെല്ലാം ഏതെല്ലാം മാർഗ്ഗങ്ങൾ, നേരായ മാർഗ്ഗങ്ങൾ, ഒരു കത്ത് കൊടുക്കാൻ പോലും നമുക്ക് പേടിയും ഭയവും, അല്ലെങ്കിൽ തിരിച്ചെങ്ങനെ ആ പെൺകുട്ടി പ്രതികരിക്കും എന്നൊക്കെ നമുക്ക് ഭയം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അന്നത്തെ പെൺകുട്ടികളെന്ന് പറയുന്നത് ശരിക്കും നല്ല ബോൾഡായ കുട്ടികളൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ചതിക്കുഴി ചതി എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ മാറിപ്പോയോ? എന്ത് തോന്നുന്നു പ്രതിഭ? ഞാനീ പറഞ്ഞത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അല്ല, നമ്മൾ ഈ കാലം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ മാനവരാശിക്ക് വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അയ്യപ്പദാസ് പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലേക്കൊക്കെ വരാം. ലോകം നമ്മുടെ വിരൽത്തുമ്പിലേക്ക് വരുന്ന രീതിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ വിരൽത്തുമ്പിലാണ്. എന്ത് കാര്യങ്ങളും നമുക്ക് അറിയാം, ഞൊടിയിടയ്ക്ക് അറിയാം. തീർച്ചയായിട്ടും. അപ്പോൾ അത് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ളൊരു സൗകര്യമാണ് നമുക്ക്. ഇതുപോലെ തന്നെ ഇതിൽ മറ്റൊരു വശം എന്ന് ഇപ്പോൾ പറയപ്പെടുന്നത്, ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഗുണപരമായ വശങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു ചെറിയൊരു വിഭാഗമെങ്കിലും പലയിടങ്ങളിലേക്കും വഴിതെറ്റി പോകുന്നുണ്ട്, ദോഷവശങ്ങൾ അനുഭവിക്കും. അതെ, വഴിതെറ്റി പോകുന്നുണ്ട്. അതിലെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ ഈ പൂജാരിയുടെ ഭാര്യ ആതിര. അത് ഒരു സാധാരണ കുടുംബം. അവർ ഈ ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, അവർ ജോലി ചെയ്യുന്നില്ല. അവർ വീട്ടിലിരുന്നിട്ട് അവരുടെ ഫോണിലൂടെ സുഹൃത്തുക്കളായിട്ട് ചാറ്റ് ചെയ്യണം, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു ആളാണ് ഇപ്പം ഈ പറഞ്ഞ ജോൺസൺ. അയാളൊരു കുറച്ച് മാനസിക പ്രശ്നങ്ങളുള്ള ഒരാളാണ്. നേരത്തെയുള്ള കല്യാണമൊക്കെ ഡൈവേഴ്സ് ആയി പോയതാണ്. അതെ, ഒരു സൈക്കോ ക്രിമിനലാണ്. അതെ, കൊല്ലംകാരനാണ്. അതെ, ഇവിടുന്ന് എറണാകുളത്ത് നിന്നാണ് നേരത്തെ പോകാൻ കഴിച്ചിരുന്നത്. അതെ. അപ്പോൾ ഇതിൽ വരുന്നൊരു വിഷയം അയ്യപ്പദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ, പണ്ട് സാധാരണ ഈ ഒരു ചെറുപ്പക്കാരിയോടൊക്കെ ഒരു ഇഷ്ടം, യഥാർത്ഥത്തിലൊരു ഇഷ്ടം തോന്നുമ്പോൾ അത് തുറന്ന് പറയാനോ ഒരു കത്ത് കൊടുക്കാനോ ഭയങ്കര ജാള്യതയും അല്ലെങ്കിൽ ഒരു മടിയും പേടിയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലമായിരുന്നു. പുറത്തറിഞ്ഞാൽ എന്തായിരിക്കും. ഇന്നിപ്പോൾ അത് മാറിയിട്ട് പരസ്യമായി പോലും വിവാഹിതർക്കിടയിൽ പോലും ഇത്തരം ബന്ധങ്ങളുണ്ട് എന്ന് പറയുന്നു. അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ. അതെ, ഹിതം എന്നുള്ള അത് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല, കാരണം ഓരോരുത്തരുടെ മാനസിക നിലയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ വ്യവസ്ഥാപിതമായ ചില മാർഗങ്ങളിലൂടെയാണല്ലോ, അങ്ങനെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെയാണ് വിവാഹം എന്നുള്ള ആ ഒരു സ്ത്രീയും പുരുഷനും അങ്ങനെയാണ് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നിന്ന് പരസ്പര അതൃപ്തിയുള്ള ആളുകൾ, ചില ആളുകൾ അത് അവർ വിവാഹമോചനമൊക്കെ തേടി പോകുന്നു. ചില ആളുകൾ കുടുംബം എന്നുള്ള ദാമ്പത്യത്തിൻ്റെ ഒരു കെട്ടുറപ്പിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് തന്നെ മറ്റ് ഇതര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ട് ഈ സമൂഹത്തിൽ ഇപ്പോൾ. അങ്ങനെയുണ്ട്. അതിനൊക്കെ ഒരു പ്രധാന വില്ലനായിട്ട് പലപ്പോഴും വരുന്നത് ഇൻ്റർനെറ്റും നമ്മുടെ ഇൻസ്റ്റഗ്രാമും പോലുള്ള മീഡിയാസ് തന്നെയാണ്. അപ്പോൾ ഇതിലൊരു പ്രധാന വിഷയമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഇന്നലെ ഒരു വീഡിയോ എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നു. അത് വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ മേക്കപ്പിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടുള്ള, അയാളൊരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അയാൾ എനിക്ക് അയച്ചെന്ന വീഡിയോയിൽ അയാൾ പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് 52 വയസ്സുള്ളൊരു സ്ത്രീയാണത്. അവർ കുറച്ചിട്ട് ഇങ്ങനെ കളറൊക്കെ കുറഞ്ഞിട്ട് സാധാരണ രീതിയിലുള്ള വെളുത്ത നിറമൊന്നുമല്ല, അവർക്ക് കറുത്ത നിറം തന്നെയാണ്. കറുപ്പിനും വെളുപ്പിനും നമ്മൾ ഭേദം കൽപ്പിക്കണില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഇവിടെ പറയാൻ കാരണം അവരുടെ ഒരു കറുത്ത നിറമാണ്. പക്ഷേ ഈ മേക്കപ്പ് മേക്കപ്പ് കഴിഞ്ഞു വരുമ്പോൾ ഇവർ ശരിക്കും ഒരു നവവധുവിൻ്റെ പോലെ, ഇവരുടെ കളറ് ഏതാ, ശരിക്കുള്ള നിറം ഏതാണ്, അല്ല പഴയ ആളാണോ പുതിയ? അതായത് നമ്മളിപ്പോൾ ഈ
എന്താണ് അതീവ സുന്ദരികളായിട്ടുള്ള സിനിമാ നടികളെയൊക്കെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ ഇവർ മേക്കപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഇവർ അങ്ങനെയായി. അതാ അവർ എനിക്ക് അയച്ചു തന്നയാൾ അവരുടെ ആ ബ്യൂട്ടീഷ്യൻ കോഴ്സിനെ കുറിച്ചും അതിൻ്റെ ആ പെർഫെക്ഷനെ കുറിച്ചും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇട്ട് തന്നത്. ഈ സ്ത്രീയുടെ അനുവാദത്തോടു കൂടി തന്നെ ചെയ്യണത്, ഷൂട്ട് ചെയ്തേക്കണത്. അവർ മേക്കപ്പിന് മുമ്പും അവർ എങ്ങനെയാണ് ഇരുന്നത്, മേക്കപ്പിന് ശേഷം അവരുടെ ഗെറ്റപ്പ് മാറിയതൊക്കെ. ഈ റീൽസ് എന്നൊരു പരിപാടി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അവിടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഒരുപാട് തന്ത്രങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ റീൽസ് ചെയ്യുന്നവനായിരുന്നു. അതെ, അങ്ങോട്ട് പറയാം, ഗിമ്മിക്സുകൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മളെന്താണോ ഇപ്പോൾ നമ്മൾക്കുള്ള ക്രിയേറ്റിവിറ്റിയൊക്കെ ലോകത്തിനെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റീൽസ് ചെയ്യാനൊക്കെ ധാരാളം ആളുകളുണ്ട്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചെയ്യുന്നവരുണ്ട്, ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. അവിടെയൊക്കെ നമ്മളിതൊരു എന്താ പറയുക ക്രിയേഷൻ എന്നായിട്ട് കരുതാം. പക്ഷേ മനഃപൂർവ്വം ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നമുക്കില്ലാത്ത എന്തൊക്കെയുണ്ടെന്ന് വച്ച് കെട്ടി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചെയ്യുന്ന ഇത്തരം ചില റീലുകളിൽ പെട്ടുപോണ കുറച്ച് ആളുകളെങ്കിലും ഉണ്ട്. അതിലൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ പൂജാരിയുടെ ഭാര്യയായ ആതിര. അവർ തമ്മിൽ 1 വർഷത്തോളം ബന്ധമുണ്ട് എന്നാണ് പറയണത്. അവരൊരു കുടുംബിനി ആയിരുന്നതിൻ്റെ പേരിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണ്ട. അതെ, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് പ്രദീപേ. ഇതിൽ ഈ ഭർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ട്. ഭർത്താവ് അറിഞ്ഞിട്ട് ഒരു വീട്ടിനകത്ത് ഭർത്താവ്, ഭാര്യ, മക്കൾ, ഇങ്ങനെ ഒരു കൊച്ചു കുടുംബം, ആ വീടിന്റെ പടം ഇതിൽ കണ്ടു. സാധാരണ വീട്, റോഡരിയിലിരിക്കുന്ന ഒരു വീട്, ഒരു ഇലനക്കം ഉണ്ടായാൽ റോഡിലുള്ളവർ അറിയും, അങ്ങനെയൊക്കെയല്ല. അപ്പോൾ അവിടെ പോലും ഈ ഭർത്താവ്, അദ്ദേഹം ഒരു പൂജാരിയും ഒരു സാധാരണ മനുഷ്യനും, സാത്വികനായ ഒരു മനുഷ്യൻ, അദ്ദേഹം എന്ത് ചെയ്തു, ഭാര്യയോടുള്ള ആ ദേഷ്യം ഇങ്ങനെ ഒരാളുമായി അച്ചായൻ എന്നൊക്കെയാണ് ഈ ആതിര ഈ പറയുന്ന ജോൺസനെ സംബോധന ചെയ്തിരുന്നത്. ശരിക്കും ഇവർ തമ്മിൽ വീട്ടിനകത്ത് മിണ്ടാതിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീയുടെ മനസ്സിലൊരു മാറ്റം, അതായത് ഹസ്ബൻഡ്, വൈഫ്, കുട്ടികളായിരുന്ന ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ഇത്തരത്തിലൊരു തെറ്റ് വരുമ്പോൾ ഒരു ഭർത്താവ് ക്ഷമിക്കാൻ തയ്യാറാകുന്നത് മനസ്സിലാക്കി വന്ന സമയത്താണ് ആതിരയ്ക്കത് മനസ്സിലായി. തൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു സൗഹൃദം തനിക്കുള്ളത് ഇഷ്ടമല്ല എന്ന് മനസ്സിലായത് കൊണ്ട് അദ്ദേഹം മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് ശരിക്കും അവർ മനസ്സിലാക്കുന്നു. പക്ഷേ അവസാന നിമിഷമാണ് ഈ പറയുന്ന വില്ലൻ അവൻ കടന്നു വരുന്നത്. അവൻ്റെ ആവശ്യം മറ്റൊന്നായിരുന്നു. അത് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം ആണെന്ന് തന്നെ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയേണ്ടി വരും. അത് 2 തരത്തിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ അയ്യപ്പദാസ് പറഞ്ഞ പോലെ ലൈംഗിക ദാരിദ്ര്യമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ലൈംഗിക വീഴ്ചയ്ക്ക് അങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടുള്ള സ്ഥലമല്ല, നിയമമൊന്നുമില്ല. അല്ല, അത് മുംബൈ പോലെയൊന്നും വിവാഹ ബന്ധത്തിലൂടെ മാത്രമേ ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ എന്നൊരു സദാചാര ബോധമാണ് നമുക്കിവിടെ നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു സംഹിതയുള്ളത്. അപ്പോൾ അങ്ങനെ വിവാഹം കഴിക്കാത്ത ആളുകളോ അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള അഭിനിവേശം അത്തരക്കാരെങ്ങനെ പൂർത്തീകരിക്കും? അതിനുള്ള ഒരു വ്യവസ്ഥാപിതമായ ശൈലി, ഒരു രീതിയൊന്നും നമ്മുടെ നാട്ടിലില്ല. അങ്ങനെ വരുമ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നത് ഇല്ലീഗലായിട്ട് നമ്മുടെ സംസ്ഥാനത്തില്ല ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ആളുകൾ കൊച്ചു കുട്ടികളെ വരെ വളരെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ മൃഗീയമായി ബലാത്സംഗത്തിന് വിധേയമാക്കിയിട്ട് ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ വിവാഹം കഴിഞ്ഞ് ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്ന ആളുകൾ. അവരുടെ ലൈംഗിക അതൃപ്തി മൂലമോ അല്ലെങ്കിൽ ദാമ്പത്യത്തിലുള്ള മറ്റു പല അതൃപ്തി മൂലമോ ആയിരിക്കാം ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ തേടിപ്പോണത്. അങ്ങനെ വരുമ്പോൾ അതിന് തടയിടേണ്ടത് ആരാണ്? ഒരു കാരണവശാലും അതിന് സർക്കാരിനോ മറ്റു സംവിധാനങ്ങൾക്കൊന്നും തടയിടാൻ പറ്റില്ല. നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങളാണ് അവിടെ ഉയർത്തിപ്പിടിച്ച്. അല്ല പ്രതിഭ, അത് നമ്മളിപ്പോൾ ഏതൊരു സൗഹൃദത്തിനും, ഇപ്പോൾ ആൺ-പെൺ സൗഹൃദങ്ങൾ, ഇപ്പോൾ ആൺ സുഹൃത്തെന്ന് പറയുന്നു, പെൺ സുഹൃത്തെന്ന് പറയുന്നു, ഈ സൗഹൃദങ്ങൾക്കൊരു സീമ സ്വയം നിശ്ചയിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ആ സീമ എവിടെയാണോ ലംഘിക്കപ്പെടുന്നത് അവിടെയാണ് ഈ പറയുന്ന സർവത്ര പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അല്ല, ഇതിലെനിക്ക് തോന്നുന്ന ഒരു കാര്യം 1970-കളിലാണ്, 70-75 കാലഘട്ടത്തിലാണ് അമേരിക്കയിലൊക്കെ ഹിപ്പി സമ്പ്രദായം ഹിപ്പിസം. ആ ഹിപ്പിസം നിലവിൽ വന്നത് അതിൻ്റെ അവരുടെ ഒരു മുദ്രാവാക്യം എല്ലാവരും എല്ലാവർക്കും വേണ്ടി. അതായത് ഇപ്പോൾ ഒരാളൊരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എതിരെ ഒരാൾ വരുന്നു, അയാൾക്ക് ഇവരുമായിട്ടൊരു പരിചയം ഉണ്ടാവില്ല. സിഗരറ്റ് വലിക്കുന്ന ആളായിട്ട് യാതൊരു പരിചയമില്ല. അയാൾ വന്നിട്ട് ഇവരുടെ ചുണ്ടിൽ നിന്ന് ആ സിഗരറ്റ് എടുത്ത് വലിച്ചിട്ട് ഇവരുടെ ചുണ്ടിൽ വെച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ ആൾക്കത് കൈമാറുകയൊക്കെ ചെയ്യും. അവർക്ക് പരാതിയില്ല, എടുക്കുന്ന ആൾക്കും എടുത്തു കൊടുക്കുന്ന ആൾക്കും പരാതിയില്ല. ഇതൊരു സിഗരറ്റിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ മദ്യവും അല്ലെങ്കിൽ മങ്കയൊക്കെ ഇവരിങ്ങനെ പരസ്പരം എല്ലാവർക്കും വേണ്ടിയാണ് എന്ന രീതിയിൽ പരിപൂർണമായ സംതൃപ്തി
തേടി നടക്കുന്നു. ഒരുപക്ഷെ ഈ സംതൃപ്തി എന്ന് പറയുന്നത് മദ്യത്തിലും മദിരാക്ഷിയിലും അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ പുകയ്ക്കണ ഈ ഇത്രയും ലഹരിയിലൊക്കെയാണ് എന്നാണ് അന്നൊരു കൺസെപ്റ്റ് അവരുടെ ഇടയിലുണ്ടായിരുന്നു. പിന്നീട് അത് മാറി അവർ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ സംസ്കാരം അവർ പഠിക്കാനും പകർത്താനൊക്കെ ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ വായിക്കുമ്പോഴും കണ്ടറിഞ്ഞിട്ടുള്ള കാര്യം. ഇപ്പോൾ ഏതാണ്ട് അവരുടെ ഒരു വെസ്റ്റേൺ കൾച്ചറിന്, അന്നത്തെ വെസ്റ്റേൺ കൾച്ചറിന് തുല്യമായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതി അവിടെ ഒരു ഉപേക്ഷിച്ച സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. പലപ്പോഴും പലതും കാണും. പ്രതിഭ, ഇതിൽ നമ്മൾ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കേണ്ട. അപ്പോൾ നമുക്കിതിൽ പറയാൻ പറ്റുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, അതായത് ഇത്രയും പുരോഗമനം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചില കാര്യങ്ങളിൽ നമ്മളിപ്പോഴും പിന്നെ മണ്ടൂകം തന്നെയല്ലേ, കുളത്തിലെ അല്ല കിണറ്റിലെ തവളകളല്ലേ എന്നൊരു സംശയം എനിക്കുണ്ടാകും. അല്ല, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊരു സൗഹൃദമുണ്ട്, അല്ലെങ്കിൽ ആ സൗഹൃദം ഏത് തരത്തിലായിരിക്കണം. ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുമ്പോൾ പോലും അവിടെ അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരസ്പരം സ്നേഹിക്കാനും സംതൃപ്തമായൊരു ജീവിതം നയിക്കാനും സാധിക്കാതെ വരുമ്പോൾ പലരും അവിടെ പൊട്ടിത്തെറികളുണ്ടാവും. അങ്ങനെ അപ്പോൾ ആ ദാമ്പത്യം എന്നുള്ള ആ ഒരു ചരടൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് പോകാൻ സാധിക്കാത്ത ആളുകൾ ഇത്തരം സംതൃപ്തികൾ തേടുന്ന പലയിടങ്ങളും അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട്. തെറ്റും പറയാനൊക്കില്ല. അവിടെ അത് ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞിരുന്നാലും അവിടെയാണ് ഈ എവിടെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ജീവിതമാണ്, ഒരേ ഒരു ജീവിതം. പരീക്ഷിച്ചറിയാൻ ഒരു ജീവിതം, പരീക്ഷിച്ചതിന് ശേഷം അനുഭവിക്കാൻ വേറൊരു ജീവിതം, അങ്ങനെയൊന്നുമില്ല. ഈ അനുഭവവും പരീക്ഷണവും ഒറ്റ തലത്തിൽ തന്നെ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ചില ബന്ധങ്ങൾ ഇത്തരത്തിലേക്ക് വഴിമാറിപ്പോകുന്നുണ്ട്. അതിനെന്താണ് കാരണം എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ പരസ്പരം രണ്ടു കൂട്ടർക്കും, അതായത് ഭാര്യ ഭർത്ത ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ തന്നെ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടിട്ടാണല്ലോ കുട്ടികളും കുട്ടികൾ പഠിക്കുന്നത്. അത് കണ്ടിട്ട് ഇപ്പോൾ സംതൃപ്തമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തിൽ കുട്ടികൾ ഒരുപക്ഷെ അച്ഛനും അമ്മയും തമ്മിൽ അടിയിലില്ല, അവിടെ പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളും ഒരുപക്ഷെ അങ്ങനെയൊന്നും കാണുന്നില്ല, അവിടെ അസ്വാരസ്യങ്ങളില്ല. നമ്മൾ ഈ 4 വയസ്സുകാരി കൊച്ചുകുട്ടികളെ മുതൽ പീഡിപ്പിക്കുന്ന ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് ഒരു വിഷയമാണെങ്കിൽ അതിനിടയ്ക്ക് അതുകൂടെ പറഞ്ഞേക്കാം. നമ്മുടെ കുട്ടികളെ പോലും നോക്കാൻ സമയമില്ലാത്ത അച്ഛനമ്മമാരാണ് എന്നുള്ളത്, സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കാൻ. അല്ല, അതുകൊണ്ട് കാരണം അമ്മമാർ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ സമൂഹം ഏത് രീതിയിൽ വിലയിരുത്തും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ അമ്മമാർ കൈക്കുഞ്ഞുങ്ങളെ, അതും പെൺകുഞ്ഞുങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞ് കൊന്നു കളഞ്ഞിട്ട് കാമുകൻ്റെ കൂടെ ഓടിപ്പോയി എത്രയോ കഥകളുണ്ട്. എത്രയോ വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയോ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഒരു ബീച്ചിൽ, അത് ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, ഒരു കുട്ടിയെ ആ കടൽ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ കുട്ടി മരിച്ചില്ല എന്നുള്ളപ്പോൾ വീണ്ടും ഓടിച്ചെന്ന് വീണ്ടും എടുത്ത് വലിച്ച് എറിഞ്ഞു കുട്ടി. അപ്പോൾ രണ്ടാമത് കുട്ടി എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടി വിചാരിച്ചു അമ്മ തന്നെ എടുക്കാൻ വരാനാണെന്ന്, രക്ഷിക്കാൻ വരാനാണെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഹൃദയവികാരം ഒന്ന് ആലോചിച്ച് നോക്കി. അത് വേറൊരാളുടെ കൂടെ പോകാൻ വേണ്ടി ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് അതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. വ്യക്തിബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ പോകണം. അതിന് വേറൊരാൾ, ഞാൻ പറഞ്ഞത്, ഒരു സീമയ്ക്കപ്പുറം ഏത് ബന്ധവും പോയാലും നമുക്കത് ഇതിനിപ്പോൾ നമുക്ക് ശാശ്വതമായൊരു പരിഹാരം നിർദ്ദേശിക്കാനോ അല്ലെങ്കിൽ എന്തായിരിക്കണം മാതൃക എന്ന് പറയാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. മുക്കിന് സ്വന്തം സമുദായത്തിലെ സ്ത്രീകൾ ആ എക്സസൈസിൽ പങ്കെടുക്കാൻ പാടില്ല, ഈ എക്സസൈസിൽ പങ്കെടുക്കാൻ പാടില്ല, സ്ത്രീകൾ പുരുഷന്മാരുമായി ഇടപഴകാൻ പാടില്ല എന്നൊക്കെ ഈ മൗലവിമാരൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. സ്വന്തം ജാതി, സ്വന്തം മതം, അത് ഞങ്ങൾ പറയുന്ന ഇടപെടുന്നത്. അവർക്ക് അവരുടെ സമുദായത്തിൽ ഇപ്പം നിറം മങ്ങിയതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി നിറം മങ്ങിപ്പോയി എന്ന് പറഞ്ഞ് വിവാഹം, ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു തലത്തിലേക്ക് നമുക്ക് ഈ ചർച്ച കൊണ്ടുപോകണ്ട. കാരണം അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണെങ്കിൽ പോലും ഒരു പ്രത്യേക സമുദായ വിഭാഗങ്ങളെ ഇത്രയും ചർച്ച ചെയ്യുമ്പോഴേ അവർക്ക് ഈ കാണുന്ന ഈ സംഭവങ്ങളിലൊക്കെ ഒരു ഉപദേശം പോലും കൊടുക്കാൻ പറ്റുന്നില്ല. നോക്കൂ, നമ്മുടെ ഈ ഒരു പ്രബല സമുദായത്തിൻ്റെ, നമ്മുടെ രാജ്യത്തല്ല, അടുക്കളകൾക്ക് ജനൽ വേണ്ട. അതെ, അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാന്ന് പറയുമ്പോൾ അടുക്കളയിൽ കൂടുതൽ സമയം ജോലി എടുക്കുന്ന അവിടുത്തെ പെണ്ണുങ്ങളാണ്, അമ്മമാരാണ്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ അടുക്കളയിലെ കരിയും പുകയും, ഇപ്പോൾ കരിയും പുകയൊക്കെ കുറവാണ്, ഗ്യാസ് അടുപ്പൊക്കെയാണ് എങ്കിലും ആ 4 ചുമരുകൾക്കുള്ളിൽ അതിനപ്പുറത്തേക്ക് അവർക്കൊരു ലോകമില്ല. അവിടെ തളച്ചിടുന്ന രീതിയിൽ തന്നെ ഒരു ചിന്താഗതിയല്ലേ. അപ്പോൾ ലോകം ഇത്ര കണ്ടിപ്പോൾ ഈ ഇന്റർനെറ്റ് യുഗത്തിലേക്ക് വന്നിട്ടും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ ഈ അടിമത്തത്തിൽ നിന്ന് ഊരിപ്പോകാൻ ഒരുപാട് ആളുകൾ താല്പര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംഭവിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയൊക്കെ പറയുന്ന ഇവര്, ഇത്രയും വിവരം കെട്ട രീതിയിൽ സംസാരിക്കുന്നവര്, ഈ കാണുന്ന കാര്യങ്ങളൊക്കെ അവർ അറിയുന്നില്ലേ? അവർ വലിയ മതപണ്ഡിതന്മാരാണല്ലോ. അല്ല, ഇതാണ് ഒരു വിഷയം. കാരണം കാലം മാറുന്നതിനനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് തിരിച്ചടി കിട്ടും, അത് ഉറപ്പാണ്.
അപ്പോൾ ആ തിരിച്ചടികൾ ഇതിൽ തന്നെ ചർച്ച ക്ലോസ് ചെയ്തു. ആ തിരിച്ചടി പല രീതിയിൽ നമുക്ക് വന്ന് വിട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് യുഗമാണ്. ഇത് നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം വളരെ ഉപകാരപ്രദമായ കാര്യം തന്നെയാണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗം, ശാസ്ത്രത്തിൻ്റെ ആ വളർച്ച നമുക്ക് ഉപകാരപ്രദം തന്നെയാണ് ഇല്ലേ? അപ്പോൾ പക്ഷേ അതിനുള്ള ദൂഷ്യഫലങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദൂഷ്യമായിട്ടുള്ളൊരു വശം കൂടിയുണ്ട്. ഇപ്പോൾ കൊതുക് പശുവിൻ്റെ അകിട്ടിൽ നിന്ന് അതിന് പാല് വേണ്ട, അതിന് ചോര തന്നെ മതി ഇല്ലേ? ക്ഷീരമൂറുന്ന ഒരു അകിട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഈ ഇത്രയും വലിയ സംവിധാനങ്ങളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ലോകം പോകുന്ന ഒരു അവസരത്തിൽ നമ്മൾ ഇതിൻ്റെ ഗുണപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം, അത് വേണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ നമ്മളുടെ കുട്ടികൾക്ക് ഇത്തരം ഡിവൈസുകളൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ അവരെ ഒരു പരിധിവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും, നമ്മുടെ മക്കളാണ്, ഇവർ ഈ സമൂഹത്തിൽ വളരേണ്ട ആളുകളാണ് എന്ന രീതിയിൽ ഒരു ശ്രദ്ധയൊക്കെ അവരുടെ മുകളിൽ ഒരു കണ്ണൊക്കെ വയ്ക്കാമെന്നല്ലാതെ ഇത് പരിപൂർണമായിട്ട് നമുക്ക് നിയന്ത്രിച്ച് നിർത്താനോ ഇതിലൊരു മാതൃക കാണിക്കാനോ ഒന്നും പറ്റുന്നില്ല. പിന്നെ വ്യക്തിബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോരുത്തരുടെ മാനസികമായിട്ട് നമുക്ക് എല്ലാവർക്കും സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങളെല്ലാം ആ സൗഹൃദം പോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ആ വിശ്വാസ്യത സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആണായാലും പെണ്ണായാലും പരസ്പരം അവരുടെ ആ വിശ്വാസ്യത സൂക്ഷിച്ചുകൊണ്ട് ആ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അവിടെ ഈ പറഞ്ഞ പോലെ നമുക്കിഷ്ടമല്ലെങ്കിൽ അവർ ഒഴിഞ്ഞു പോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു പോകാം. അതൊരു കൊലപാതകത്തിലേക്കോ മറ്റൊരു കുടുംബം കലക്കുന്ന രീതിയിലേക്കൊക്കെ ആവാതിരിക്കട്ടെ. എന്തായാലും ഇത്രയും പറഞ്ഞു നോക്കി ചർച്ച ഇവിടെ നിർത്താം. മറ്റൊരിക്കലും വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ.